ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തിന് വേണ്ടി അതിശക്തമായിട്ടുള്ള ധൈര്യം ലഭിക്കാനും ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പൗർണമി പൂജ നാളെയാണ്. അതറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വ്യക്തികൾ എന്നെ വിളിച്ചിരുന്നു. അത് തികച്ചും സൗജന്യമായ പൂജയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഓണക്കാലമാണ്, ഒരുപാട് പേര് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഒരുപാട് പേര് പല കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുമോ. നിങ്ങളുടെ പേരും നാളും വാട്സപ്പ് നമ്പറിൽ അയച്ചിടുക, നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളതും കൂടി അയച്ചിടുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂജ അതിശക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പൂജകൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഹോമപൂജകൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് പൗർണമി പൂജയുടെ ദിവസങ്ങളിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമാവണമെന്ന് പറയുന്നത്? നമ്മളുടെ ജീവിതത്തിൽ ദൈവം എന്ന് പറയുന്നത് ധൈര്യമാണ്. എന്തിനേയും നേരിടാനുള്ള ധൈര്യം, സാമ്പത്തിക വിജയം നേരിടാനുള്ള ധൈര്യം. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇല്ലായ്മയാവില്ല, ഇന്നത്തെ ദിവസം എന്ത് വേണേലാവട്ടെ, നാളെ എനിക്കൊരു ഉയർച്ചയുണ്ട്, നാളെ ഞാൻ വിജയിക്കും എന്ന് പറയുന്ന ഒരു പ്രത്യാശയോടുകൂടി എന്തിനേയും നേരിടാനുള്ള അതിശക്തമായ പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ മാനസികപരമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ എനർജീസിനെയും റിമൂവ് ചെയ്യാൻ, അതിനില്ലായ്മ ചെയ്യാൻ സാധിക്കുന്ന അതിശക്തമായ പൂജകളാണ് ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓരോ വ്യക്തിക്കും നൽകുന്നത്. അതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മാറുക എന്നുള്ളതാണ്. അങ്ങനെ നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അട്രാക്ഷൻ തന്നെ സംഭവിക്കുകയും അവർക്ക് വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അതിശക്തമായ എനർജി, അവർക്ക് അത്ഭുതകരമായിട്ടുള്ള എനർജി അവർക്ക് ലഭിച്ച ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കും. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു ദൈവമില്ല എന്ന് ചിന്തിക്കുന്നത് പോലും അത് നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് ആവലാതിപ്പെടുന്നതും നമ്മളിലെ ദൈവീകത കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവിക ശക്തി ഉണ്ടാക്കാൻ അതിശക്തമായിട്ടുള്ള പൂജകളുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനി വരുന്ന പൂജകളിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തി.